ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചിട്ടതോടെ ഇരുചക്രവാഹനങ്ങൾ മണ്ണിൽ തെന്നി വീഴുന്നത് പതിവായതിനെ തുടർന്ന് ഉളിയന്നൂർ ചായക്കട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് കഴുകി വൃത്തിയാക്കി. ഉളിയന്നൂരിൽ 9 മാസമായി ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭൂരിഭാഗം റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ വളവുകളിൽ മണ്ണ് റോഡിലേക്ക് കയറിക്കിടക്കുന്നതിനാൽ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായതിനെ തുടർന്ന് ഉളിയന്നൂരിലെ ചായക്കട കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് റോഡിൻ്റെ ഇരുഭാഗവും വൃത്തിയാക്കിയത്. ചായക്കട കൂട്ടായ്മ പ്രസിഡന്റ് ഗോപിയുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ സിയാദ് വരമ്പത്തോടത്ത് റോഡ് ശുചീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. എത്രയും പെട്ടെന്ന് മേൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രതിഷേധം തീർക്കുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉളിയന്നൂര് ജലമിഷൻ പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം 9 മാസത്തോളമായി. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം ആക്ഷേപങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തൊരു പ്രദേശമായിരുന്നു, കിണറുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശമായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ ആരംഭിച്ച ജലമിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ച് പൈപ്പുകളൊക്കെ സ്ഥാപിച്ചു. പക്ഷേ അതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കൃത്യമായി ഇടപെട്ട് അതിൻ്റെ കോൺട്രാക്ടർമാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാത്തത് കാരണം വളരെയധികം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണുകളൊക്കെ കൂട്ടിയിട്ട് വളവുകളിലൊക്കെ നിരന്തരം സ്ത്രീകളും കുട്ടികളുമൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ്, വിദ്യാർത്ഥികളൊക്കെ പോകുന്ന പ്രദേശമാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുള്ള സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾ 2 വീലറുകളൊക്കെ വന്ന് അപകടപ്പെടുന്ന സ്ഥിരം അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അടുത്തൊരു സുഹൃത്ത് വന്ന് കൈ പൊട്ടി, അതുപോലെ തന്നെ അതിനു മുമ്പ് ഏലൂക്കര പ്രദേശത്തുള്ള ഒരാൾ വന്ന് വീണ് കൈയൊടിഞ്ഞ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരും ഇതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി എൻ്റെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കൃത്യമായിട്ട് നടത്തണം എന്നാണ് പറയാനുള്ളത്. അതിൻ്റെ പണികളെല്ലാം പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ വലിയ രീതിയിലുള്ളത് സംഘടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു സാഹചര്യം ഒരുക്കാതെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് കൃത്യം പറയാനുള്ളത്. കൂട്ടായ്മ ഇന്ന് നമ്മുടെ പ്രദേശത്ത് ഈ വളവുകളിലൊക്കെ കൂടിക്കിടക്കുന്ന മണ്ണ്, റോഡുകളിലുള്ള മണ്ണൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി, വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനം നടത്തുന്നതിന് അവർ വന്നിട്ടുള്ള ഈ ചായക്കട കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ഉളിയന്നൂരിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ റോഡിൽ മറ്റേ ജലമിഷൻ്റെ ഭാഗമായിട്ട് റോഡ് പൊളിച്ചിട്ടതിൻ്റെ ഇതിൽ പൊടിശല്യവും ആളുകൾ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിനെതിരെ നമ്മൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആ റോഡ് ശുചീകരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർ എത്തിയിട്ടുണ്ട്. മെമ്പർ 2 വാക്കിൽ സംസാരിക്കും. കൂട്ടായ്മ സെക്രട്ടറി അൻസാരി, അംഗങ്ങളായ സുലൈമാൻ, മുഹമ്മദ്, കുഞ്ഞുമുഹമ്മദ്, സജിൻ, സൽമോൻ, അസീസ് പള്ളത്ത, പൊതുപ്രവർത്തകരായ അബ്ദുൾ അസീസ് താഴ്ശ്ശേരി, രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.